ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കൂടുതൽ ആമുഖം പറയുന്നില്ല, കാരണം നമ്മുടെ സമയം പരിമിതമാണ്. ഒത്തിരി പുതിയ നിയമങ്ങൾ വന്നതോടെ ഒത്തിരി സെക്ഷനുകൾ അധികമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലാസ്സസ് കൂടുതൽ ദൈർഘ്യത്തിലെടുത്ത് തീർത്താലല്ലോ, അതുകൊണ്ട് മറ്റ് സംസാരങ്ങളൊന്നും ഇനിയുള്ള വീഡിയോകളിൽ ഉണ്ടാകത്തില്ല. അതുകൂടാതെ ക്ലാസ്സുകൾക്ക് അല്പം ദൈർഘ്യം കൂടുതലായിരിക്കും, കാരണം ഈ BNS എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ എടുത്താൽ അത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സസ് ഇച്ചിരി ലെങ്തി ആയിരിക്കും. അപ്പം നിങ്ങൾ പറ്റുന്ന പോലെ പകുതി വെച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ കാണുക. ഒന്നിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഒന്നിച്ച് കാണാൻ പറ്റുന്നവർ ഒന്നിച്ച് തന്നെ കണ്ടു പോകുക, അതായിരിക്കും ബെറ്റർ. അതേപോലെ ഈ നമ്പരൊക്കെ പതുക്കെ കാണാതെ പഠിച്ച് തുടങ്ങിക്കോളുക. എക്സാമിന് സമയമുണ്ടെന്ന് പറഞ്ഞ് ലേറ്റ് ആക്കണ്ട. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം പഠിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പറയാം. നമുക്കിവിടെ ആദ്യം തന്നെ ഒരു 2 സെക്ഷനുകൾ പഠിക്കാനായിട്ടുണ്ട്, 4, 11. അപ്പോൾ നമുക്ക് അത് രണ്ടും ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ സെക്ഷൻ 4, BNSൻ്റെ സെക്ഷൻ നമ്പർ 4. ഈ ഒരു ഭാരതീയ ന്യായ സംഹിത അതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷകൾ നമുക്ക് ഇതിനകത്ത് ഈ നിയമത്തിൽ എന്തൊക്കെ ശിക്ഷകൾ ലഭിക്കുമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ BNS സെക്ഷൻ 4 എന്ന് പറയുന്നത്. സെക്ഷൻ 4 ശിക്ഷകൾ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്. ഈ BNSൽ പറയുന്ന ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ശിക്ഷകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പം BNSലെ ഏറ്റവും വലിയ IPCയിലെ BNSലെയൊക്കെ ഏറ്റവും വലിയ ശിക്ഷ ഏതാണ് നമുക്കറിയാം, വധശിക്ഷ അല്ലെങ്കിൽ മരണശിക്ഷയാണ്. വളരെ റയറായിട്ട് മാത്രം നമ്മുടെ ഇന്ത്യയിൽ നടത്തി വരുന്ന ശിക്ഷയാണ് മരണശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ, മരണശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതിൻ്റെ താഴെ നിൽക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം അങ്ങനെയൊക്കെ പറയുന്ന രീതി. ജീവപര്യന്തമാണ് രണ്ടാമത് വരുന്നത്, ജീവപര്യന്തം എന്ന് പറയുമ്പോഴത്തേന് നോർമലി ഒരു കൺസെപ്റ്റ് ഉണ്ട്, 14 വർഷമാണ് ജീവപര്യന്തം എന്നുള്ളത്. ശരിക്കും അത് വളരെ തെറ്റായൊരു ചിന്തയാണ്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് ജീവപര്യന്തം, ജീവിത അവസാനം വരെ, ജീവിതത്തിൻ്റെ അന്ത്യം വരെ തടവ്. അയാൾ ജീവിക്കുന്ന എത്ര കാലമാണോ ആ ജീവിക്കുന്ന കാലം വരെയുള്ള തടവ്. അയാളെ കൊല്ലത്തില്ല, അയാളുടെ സ്വാഭാവിക ജീവിതകാലം എത്രയാണോ ആ കാലം വരെ തടവാണ് ജീവപര്യന്തം എന്ന് പറയുന്നത്. പിന്നെ ഈ 14 വർഷം എവിടെ നിന്ന് വന്നു? ഈ ഒരു 14 വർഷം ഇയാളൊരു ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ ഇയാൾക്ക് ഇളവുകളൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല നടപ്പിനും അതേപോലെ തന്നെ പുള്ളിക്ക് പശ്ചാത്താപം തോന്നുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ ശിക്ഷകൾക്ക് ഇളവ് നൽകാറുണ്ട് 14 വർഷം കഴിയുമ്പോൾ. പക്ഷേ ജീവപര്യന്തം എന്ന് വെച്ചാൽ ജീവിതം ഫുള്ള് ആണ്. അതിൻ്റെ ചില സന്ദർഭങ്ങളിൽ ഇളവ് കൊടുക്കാറുണ്ട് 14 വർഷത്തിന് ശേഷം. ഇപ്പം ഒരു ജീവപര്യന്തം ആണെങ്കിൽ നിർബന്ധമായിട്ടും 14 വർഷം കിടക്കണം. അതിന് ശേഷമേ ഇത് ഈ പറയുന്ന ഇളവുകളൊക്കെ കിട്ടുമോ എന്ന് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചില കുറ്റകൃത്യങ്ങൾക്ക് ആ ഒരു ഇളവ് ഒരിക്കലും ലഭിക്കുന്നതല്ല. എന്നിരുന്നാലും കുറേ ആളുകൾക്ക് അത് ലഭിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഈ 14 വർഷം. പക്ഷേ ജീവപര്യന്തം എന്ന് വെച്ചാൽ എന്താണ്? സ്വാഭാവിക ജീവിതകാലം മുഴുവനുള്ള ശിക്ഷ എന്നാണ്, അല്ലെങ്കിൽ തടവ് എന്നാണ് ജീവപര്യന്തത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന ശിക്ഷകളാണ് തടവ് അല്ലെങ്കിൽ നമ്മളെ ജയിലിലിടുന്ന ശിക്ഷ, തടവ് ശിക്ഷ. അത് 2 രീതി വരുന്നുണ്ട്. അതിനെ നമ്മൾ SI എന്നും RI എന്നും പറയാറുണ്ട്. SI സിമ്പിൾ ഇംപ്രസ്മെൻറ്റും RI റിഗ്രസ് ഇംപ്രസ്മെൻറ്റും. SIയും RIയും സിമ്പിൾ ഇംപ്രസ്മെൻറ്റും റിഗറസ് ഇംപ്രസ്മെൻറ്റും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള തടവ്. മറ്റേത് റിഗറസ് എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള തടവ്. രണ്ടെണ്ണമാണ് സിമ്പിൾ ഇംപ്രസ്മെൻറ്റും റിഗറസ് ഇംപ്രസ്മെൻറ്റും. നമുക്ക് ഇംഗ്ലീഷ് വേണ്ട, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. തടവും കഠിന തടവും, ലഘു തടവും കഠിന തടവും. ലളിതമാണെങ്കിൽ എന്താണ്? നമുക്ക് സാധാരണ രീതിയിലുള്ള തടവും, ചെറിയ ജോലികളൊക്കെ ചിലപ്പം ജയിലിൽ ചെയ്യാനായിട്ട് കാണും. നിർബന്ധമില്ല, ചിലപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് തരും. അവർ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനായിട്ട് തരും. ചെറിയ ജോലികളായിരിക്കും. അതാണ് ലഘു തടവ് എന്ന് പറഞ്ഞാൽ. കഠിന തടവ് എന്ന് വെച്ചാൽ നിർബന്ധിതമായിട്ടും കഠിനമായിട്ടുള്ള ജോലികൾ എടുപ്പിച്ചിട്ടുള്ള തടവാണ് കഠിന തടവ്. നമുക്ക് ശാരീരികമായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ജോലികൾ ചെയ്യിപ്പിക്കുന്ന തടവാണ്. അതോടുകൂടിയ തടവിനെയാണ് കഠിന തടവെന്ന് പറയുന്നത്. ലളിതമെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യിപ്പിക്കാതിരിക്കാം, ചിലപ്പം ചെറിയ ജോലികളൊക്കെ തന്നിരിക്കും. കഠിന തടവ് എന്ന് പറയുമ്പോൾ എന്താണ്? ജോലി വളരെ കഠിനമായിരിക്കും. നമുക്ക് അവിടെ ഈ ജയിലിൽ ചെയ്യേണ്ട ജോലികളാണ് പറയുന്നത്. അത് വലിയ കഠിനമായിട്ട് നൽകുന്നതാണ് കഠിന തടവെന്ന് പറയുന്നത്.
പിന്നെ സ്വത്ത് കണ്ടെത്തൽ. ഇപ്പം നമ്മൾ ലഹരി കച്ചവടം നടത്തി അല്ലെ കള്ളപ്പണം വഴിയൊക്കെ കുറേ വീടുകളും കാര്യങ്ങളുമൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുകളൊക്കെ കണ്ടെത്തി അത് സർക്കാരിലോട്ടാക്കുന്നതാണ് സ്വത്ത് കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതാണ് അടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. അടുത്ത ശിക്ഷ സ്വത്ത് കണ്ടെത്തൽ. അത് കഴിഞ്ഞ് പിഴ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു വാഹനം ഓടിച്ച് ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചാൽ 500 രൂപ പിഴ. അതേപോലെ ഓരോ കുറ്റത്തിനും പിഴയുണ്ട്. അതേപോലെയുള്ള പിഴകളാണ് അടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ. പിന്നെ കമ്മ്യൂണിറ്റി സേവനം അല്ലെങ്കിൽ ആതുര സേവനം എന്ന് പറഞ്ഞാൽ ചില ശിക്ഷകൾക്ക് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയാവുന്ന ഒരു ശിക്ഷയാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഈ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി, കുറേ കുട്ടികൾ വളരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചപ്പോഴത്തേന് MVD മോട്ടോർ വാഹന വകുപ്പ് അവരെ പിടിക്കുകയും അവർക്ക് ഒരാഴ്ചത്തേക്ക് അവിടെ ഒരു ആലപ്പുഴയാണെന്ന് തോന്നുന്നു, ആലപ്പുഴ ഹോസ്പിറ്റലിൽ ആതുര സേവനം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആശുപത്രി നിൽക്കുക, വരുന്ന ഈ ഓരോ കേസുകൾ വരുമ്പം അത് അറ്റൻഡ് ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. ഇപ്പം സ്ട്രെച്ചറെ കയറ്റി കിടത്തുക, അവരെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക, മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്യിച്ചു. അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പല കുട്ടികൾക്കും പല അപകടങ്ങൾ അവരെ കണ്ടു. പല വണ്ടി ഇടിച്ച് കാലില്ലാതെ വരുന്നതും കൈയില്ലാതെ വരുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ അവർക്ക് അത് കണ്ടപ്പോൾ തന്നെ എന്ത് മനസ്സിലായി, അവർ ഓടിച്ചാൽ അവർക്കും ഈ ഒരു അവസ്ഥ വരാം. അതൊക്കെ കണ്ട് അവർക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകാനായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി സേവനം അല്ലെങ്കിൽ ഈ ആതുര സേവനം കൊണ്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്ത് ശിക്ഷിക്കാറുണ്ട്, ഇതേപോലെയുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾക്ക് ശിക്ഷിക്കാറുണ്ട്. അപ്പോൾ അത്ര ശിക്ഷകളാണ് നമ്മുടെ വരുന്നത്. ഏറ്റവും വലിയ ശിക്ഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് മരണശിക്ഷ തന്നെയാണ്. അത് കഴിഞ്ഞ് ജീവപര്യന്തം വരുന്നുണ്ട്. തടവുകൾ വരുന്നുണ്ട് 2 വിധം: കഠിന തടവ്, ലളിതമായ തടവ്. സ്വത്തുകൾ കണ്ടെത്താറുണ്ട്, സ്വത്തുകൾ മരവിപ്പിക്കാറുണ്ട്. സ്വത്തുകൾ കണ്ടുകെട്ടാറുണ്ട്, അതേപോലെ തന്നെ സ്വത്തുകൾ മരവിപ്പിക്കാറുമുണ്ട്. പിന്നെ വരുന്നത് പിഴയാണ്. അതിനുശേഷം കമ്മ്യൂണിറ്റി സേവനവും വരാറുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ശിക്ഷകളെന്ന് പറയുന്നത്. ഇനി അടുത്തത് സോളിറ്ററി കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ഏകാന്ത തടവെന്ന് പറയാം. സെക്ഷൻ 11 ഏകാന്ത തടവിനെ പറ്റി പറയുന്നത്. അപ്പം നമ്മളിപ്പം തടവ് പഠിച്ചപ്പോൾ 2 എണ്ണം ഉണ്ടായെന്ന് പറഞ്ഞു, SI ഉണ്ട്, RI ഉണ്ട്. ഇതേ ഇപ്പോൾ അടുത്തത് പറയുന്നത് സോളിറ്ററി കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ എന്ത് പറയുന്ന ഏകാന്ത തടവ്. എന്താണിത്? അപ്പം 3 തടവുകളുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്ക് 2 തടവുകളേ ഉള്ളൂ. സിമ്പിൾ ഇംപ്രസ്മെൻറ്റും റിഗറസ് ഇംപ്രസ്മെൻറ്റും. കഠിന തടവ്. അപ്പോൾ ഈ കഠിന തടവിനെ അതിൻ്റെ തന്നെ ഒരു ഇച്ചിരിയും കൂടെ കൂടിയ വെർഷൻ എന്ന് പറയാം ഈ ഏകാന്ത തടവ്. ഈ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് മാത്രം നൽകാൻ പറ്റിയ ഒരു തടവാണ് ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏകാന്ത തടവ്. ഏകാന്ത തടവ് സിമ്പിൾ ഇംപ്രസ്മെൻറ്റ് അല്ലെങ്കിൽ ലഘു തടവിന് വിധിച്ചിരിക്കുന്ന ആർക്കും ഈ ഏകാന്ത തടവ് കൊടുക്കാനായിട്ട് പാടില്ല. ഏകാന്ത തടവ് കൊടുക്കാൻ പറ്റുന്ന ആർക്കാണ്? ഈ RI അല്ലെങ്കിൽ കഠിന തടവിന് വിധിച്ച പ്രതികൾക്ക് അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഏകാന്ത തടവ് ശിക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ആദ്യമായിട്ടുള്ള ഒരു പോയിൻ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ തെറ്റിപ്പോയരുത്. 2 ഇംപ്രസ്മെൻ്റ് ഉണ്ട്, സിമ്പിളും ഉണ്ട്, റിഗറസും ഉണ്ട്, ലളിതമുണ്ട്, കഠിനമുണ്ട്. അതിൽ കഠിനമായ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ആളുകൾക്ക് അവരുടെ എത്ര നാളാണോ കഠിന തടവ് വിധിച്ചിരിക്കുന്നത് അതിലൊരു സ്പെസിഫിക് സമയം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ ദിവസത്തേക്ക് അവരെ എന്തിന് ശിക്ഷിക്കാം? ഏകാന്ത തടവ്. ഏകാന്ത തടവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറ്റയ്ക്ക് ഒരു ജയിലിലിട്ട് വേറെ ആരുമായിട്ട് കണക്ഷൻ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് ഏകാന്ത തടവ്. നമുക്കത് കേൾക്കുമ്പം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷെ കുറേ നാൾ ആരെയും കാണാതെ ഏകാന്തമായിട്ട് തടവിലിരുന്നാൽ നമുക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടിയത് റിഗറസ് ഇംപ്രസ്മെൻറ്റിലും കൂടുതലായിട്ട് കുറച്ച് ശിക്ഷ കൊടുക്കണമെന്നുള്ളവർക്കാണ് ഈ പറഞ്ഞ പോലെ ഒരു പീരീഡ് വരെ ഏകാന്ത തടവ് നൽകുന്നത്. അപ്പോൾ മാക്സിമം ഏകാന്ത തടവ് എത്ര നാൾ നൽകാനായിട്ട് പറ്റും? 3 മാസം വരെയുള്ള ഏറ്റവും കൂടുതൽ. എത്ര വർഷത്തേക്ക് ശിക്ഷിച്ച ആളാണെങ്കിലും അയാൾക്ക് 3 മാസമേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സോളിറ്ററി കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ഏകാന്ത തടവ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പം ഈ സംഹിത പ്രകാരം കോടതിക്ക് കഠിന തടവ് ശിക്ഷിക്കാൻ അധികാരമുള്ള കുറ്റകൃത്യത്തിൽ ആരെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ കോടതിക്ക് അതിൻ്റെ ശിക്ഷയിലൂടെ കുറ്റവാളിയുടെ ശിക്ഷിക്കപ്പെട്ട തടവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളോ 3 മാസത്തിൽ കൂടാതെ താഴെ പറയുന്ന രീതിയിൽ ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ അതിന് ഉത്തരവിടാം.
അപ്പോൾ എങ്ങനെയാണത് വരുന്നത്? ഇപ്പോൾ ഒരു കുറ്റവാളിക്ക് 6 മാസത്തേക്കാണ് ശിക്ഷ. മാസം ഏറ്റവും കൂടുതൽ 6 മാസം വരെ, അതിൽ താഴെ എത്ര വേണേലും ആകാം. മാക്സിമം പുള്ളിനെ 6 മാസത്തേക്കാണ് ശിക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏകാന്ത തടവ് മാക്സിമം 1 മാസം വരെയാണ്. 6 മാസം വരെ ഈ കഠിന തടവ് വിധിച്ചിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ശിക്ഷയുടെ 1 മാസം എന്ത് ചെയ്യാം? ഏകാന്ത തടവിന് വേണ്ടിയിട്ട് മാറ്റാം. അതേപോലെ തന്നെ 6 മാസത്തിൽ കൂടുതലും 1 വർഷത്തിൽ കവിയാത്തതുമായ കഠിന തടവ്, 6 മാസത്തിൽ കൂടുതലും 1 വർഷത്തിൻ്റെ താഴെയുള്ള കഠിന തടവിന് വിധിക്കുന്നവർക്ക് ആ കാലാവധിയുടെ 2 മാസം, ഏതെങ്കിലും ഒരു 2 മാസത്തേക്ക് എന്ത് ചെയ്യാം? ഏകാന്ത തടവിന് വേണ്ടി അവരെ അനുവദിക്കാം. അതേപോലെ തന്നെ തടവ് കാലാവധി 1 വർഷത്തിൻ്റെ കൂടുതലാണെങ്കിൽ, 1 വർഷത്തിന് കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്ര വേണേലാകാം, 10 വർഷമാകാം, ജീവപര്യന്തമാകാം, ജീവപര്യന്തം കഠിന തടവും ആണെങ്കിലും മാക്സിമം എത്ര മാസം പറ്റും? 3 മാസത്തേക്കേ അവരെ ഏകാന്ത തടവിൽ വിടാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു എത്ര എത്ര വർഷത്തേക്ക് തടവിന് വിധിച്ചാണെങ്കിലും അവർക്ക് എത്ര മാസമാണ് മാക്സിമം? 3 മാസമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓർക്കുക, സോൾട്ടറി കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ഏകാന്ത തടവ് 6 മാസത്തിന് താഴെ കഠിന തടവിന് വിധിച്ചയാൾക്ക് 1 മാസം വരെ ഏകാന്ത തടവ് നൽകാം. 6 മാസത്തിൽ കൂടുതൽ 1 വർഷത്തിന് താഴെ ആണെങ്കിൽ 2 മാസം, 1 വർഷത്തിൽ കൂടുതൽ എത്ര പോയാലും എത്രയാണ്? 3 മാസം വരെ ഏകാന്ത തടവിന് ശിക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഈ ഒരു 2 സെക്ഷൻ വേറെ പുറത്തുനിന്ന് വന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു 2 സെക്ഷൻ നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ കൂട്ടാം. പക്ഷേ 2 സബ്സെക്ഷനിൽ വരുന്നതാണ് ഡെഫിനിഷനുകളായി കണക്ക് കൂട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഒരു 2 സെക്ഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അതവിടെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ഭാഗം ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതു ഒഴിവാക്കലുകൾ എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. എന്താണ് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതു ഒഴിവാക്കലുകൾ? നമ്മുടെ ഈ ഒരു നിയമത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ കുറ്റകൃത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാര് ചെയ്താലും കുറ്റകൃത്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു പ്രതിയെ പിടിക്കുന്നു, അയാളെ എന്ത് ചെയ്യുന്നു? കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അയാളെ ആരാച്ചാര് കൊല്ലുന്നു. അപ്പോൾ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഈ നിയമം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 1-ാം പ്രതി ജഡ്ജിയും 2-ാം പ്രതി ആരാണ്? ആരാച്ചാരുമാണ്. ഏത് കേസിലെയാണ്? ഈ പ്രതിനെ തൂക്കിക്കൊന്ന കേസിന്. പ്രതിനെ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കൊല്ലുക. നമ്മുടെ ഈ നിയമപ്രകാരം നോക്കുമ്പോൾ ഒരാളെ കൊല്ലുന്നത് കുറ്റമാണ്. അപ്പം കൊല്ലുന്നയാൾ 2-ാം പ്രതിയായിട്ടും വരും. കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊല്ലാൻ ഉത്തരവിട്ടയാൾ ജഡ്ജി 1-ാം പ്രതിയായിട്ട് വരും. അത് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നിയമത്തിൽ തന്നെ എഴുതി ചേർക്കണം, ചില അവസരങ്ങളിൽ ചില ആളുകളെ ചില പ്രവർത്തികളുമൊക്കെ ഈ ഒരു നിയമത്തിൻ്റെ മുമ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ എഴുതി ചേർത്താൽ മാത്രമേ അവരെ ഒഴിവാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള എഴുതി ചേർക്കലുകളാണ് ഈ പറയുന്ന പൊതുവായ ഒഴിവാക്കലുകൾ. അതായത് ചില സന്ദർഭങ്ങളിൽ ചില കുറ്റങ്ങളല്ല, ചിലർ ചെയ്യുന്ന കുറ്റങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ജനറൽ എക്സെപ്ഷൻ എന്ന ഭാഗത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം ഒരാളിങ്ങനെ പറയുകയാണ്, കോടതി ഇയാളെ ശിക്ഷിച്ചില്ലേ അല്ലെങ്കിൽ ഇയാളെ കൊന്നില്ല, അതുകൊണ്ട് കോടതി പ്രതിയാന്ന് പറഞ്ഞാൽ ഈ ജനറൽ എക്സെപ്ഷനിൽ ഇത്രയിൽ പറഞ്ഞിട്ടുണ്ട് കോടതി ചെയ്യുന്നത് കുറ്റകരമല്ല. കോടതി ഏതെങ്കിലും ശിക്ഷയുടെ ഭാഗമായിട്ട് നടത്തിയാൽ അത് കുറ്റകരമല്ല, കോടതി പറഞ്ഞിട്ടൊരാൾ ചെയ്താൽ അതും കുറ്റകരമല്ലെന്ന് ഇതിനകത്ത് തന്നെ എഴുതി ചേർക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒഴിവാക്കിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗങ്ങളെയാണ് നമ്മൾ പൊതു ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ IPCയിൽ നമുക്ക് കുറച്ച് ജനറൽ എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഒത്തിരി എക്സെപ്ഷൻസ് ഉണ്ട്. അതും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള എക്സെപ്ഷൻസ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും മനസ്സിലാകാത്ത രീതിയിലാണ്. അപ്പം ഞാനിതിനകത്ത് കൂടുതലും ഇതിനകത്ത് പറയാത്ത കുറച്ച് എക്സാമ്പിളുകളൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ച് അത് മനസ്സിലാക്കി വീണ്ടും വായിക്കുമ്പം നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആകും. അപ്പോൾ അല്ലാതെ ആദ്യം പോയി നോട്ട് വായിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ജനറൽ എക്സെപ്ഷനിലെ ആദ്യത്തെ സെക്ഷൻ 14. എന്താണ് സെക്ഷൻ 14? ഒരു വ്യക്തി നിയമപ്രകാരം ബന്ധിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ
അബദ്ധവശാൽ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ നിയമപരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നു. എന്നിട്ട് ആ ഒരു കാര്യം ഉത്തമ വിശ്വാസത്തോടെ ചെയ്യുന്നു. അതൊന്നെങ്കിൽ അത് എന്തെങ്കിലും ഒരു തെറ്റായി പോയാൽ അല്ലെങ്കിൽ അതെന്തെങ്കിലും അബദ്ധമായി പോയാലും ആ ഒരു പ്രവൃത്തിയെ കുറ്റമായിട്ട് കണക്കാക്കത്തില്ല എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 14 എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 രീതി വരാം. ഇപ്പം പറഞ്ഞ പോലെ ഈ ഒരു ഉദാഹരണം പറയുന്ന പോലെ ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു പോലീസുകാരൻ ആവശ്യപ്പെടുവാണ്, വലിയൊരു സംഘർഷ സ്ഥലമാണ്, ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനായിട്ട് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നു. അപ്പം നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു മേലുദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് കീഴുദ്യോഗസ്ഥർ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് നിയമപ്രകാരം ബന്ധിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അയാൾ അത് ചെയ്യുന്നു. അപ്പോൾ അയാൾ അത് ചെയ്യുമ്പോഴത്തേന് കുറേ ആളുകൾ മരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ മരിച്ചു കാണും. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ വെടിവെച്ച ആളുകൾ അല്ലെങ്കിൽ വെടിവെച്ച ആൾ ഒരിക്കലും കുറ്റക്കാരനായിരിക്കത്തില്ല. അയാൾ എന്തുകൊണ്ടാണ് ചെയ്തത്? അയാളുടെ മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് കൊണ്ടാണ്. അപ്പോൾ അയാൾ അത് അനുസരിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു അബദ്ധത്തിൽ ചെയ്തതല്ല, അത് കൃത്യമായ നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. പിന്നെ ഒരു അബദ്ധത്തിൽ ചെയ്യാം. ഇപ്പം കോടതി പറയുന്നു എ എന്ന് പറയുന്ന ഒരാൾ പ്രതിയാണ്, ഒരു കേസിലെ പ്രതിയാണ് എ. അപ്പം എയെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ഒരു പോലീസുകാരനോട് പറയുന്നു. പോലീസുകാരനാണ് ബി എന്നൊരു പോലീസുകാരനോട് പറയുന്നു എയെ പിടിച്ചുകൊണ്ട് വരാൻ. ബി എന്നൊരു പോലീസുകാരൻ കോടതി വിധി പ്രകാരം പോകുന്നു. എന്നിട്ട് പുള്ളി അന്വേഷിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എ ആണെന്ന് പറഞ്ഞ് എ ആണെന്ന് ഓർത്തിട്ട് ആരെയാണ് കൊണ്ടുചെല്ലുന്നത്? വൈ എന്ന് പറയുന്ന ഒരാളെയാണ് കൊണ്ടുവന്നത്. എ ആയിരുന്നു പിടിക്കേണ്ടത്. എ ആണെന്ന് തെറ്റിദ്ധരിച്ച് ആരെയാണ് പിടിച്ചുകൊണ്ട് ചെല്ലുന്നത്? വൈയെ ആണ് പിടിച്ചുകൊണ്ട് ചെല്ലുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു തെറ്റല്ലേ? എയെ പിടിക്കേണ്ടത് വൈയെ പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. പക്ഷേ ഈ ഒരു വൈയെ പിടിച്ചെന്ന് പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പുള്ളിക്ക് അബദ്ധത്തിൽ ആൾ മാറിപ്പോയി. എ ആണെന്ന് കരുതി വൈനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ബി എന്ന പോലീസുകാരൻ ചെയ്തത് കുറ്റമായിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സെക്ഷൻ 14. സെക്ഷൻ 14 2 രീതിയിൽ വരുന്നു. ആ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നിയമത്തിൻ്റെ ബന്ധിതമാണെന്നുള്ള രീതിയിലാണ് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. രണ്ടാമത് നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ ഒരു അബദ്ധം പറ്റുകയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കുറ്റകരം ആയിരിക്കത്തില്ലെന്ന് പറയുന്ന സെക്ഷൻ BNS സെക്ഷൻ 14. BNS സെക്ഷൻ 14. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ സെക്ഷൻ, ഒരു ജഡ്ജി ഒരു വിധിപ്രകാരം അല്ലെങ്കിൽ ചെയ്യുന്നത് കുറ്റമായിട്ട് വരുമോ? ഇല്ല. അതാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. സെക്ഷൻ 15 എന്താണ്? ജഡ്ജിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അധികാരം ന്യായപരമായി പ്രവർത്തിക്കുമ്പോൾ ന്യായാധിപൻ ചെയ്യുന്നത് കുറ്റകരമല്ല. ഒരു നിയമപ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതേപോലെയുള്ള വിധികൾ, ഉത്തരവുകൾ ഒക്കെ ചെയ്യുമ്പോഴത്തേന് അത് നിയമവിരുദ്ധമാണെങ്കിലും അത് കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരാളെ കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ അത് കുറ്റമാണ്, പ്രേരണാക്കുറ്റം ഒക്കെ ആയിട്ട് വരില്ലേ? ഒരാളെ കൊല്ലാനായിട്ട് വിധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രേരണാക്കുറ്റമാണ്. അപ്പോൾ ഒരിക്കലും ഒരു ജഡ്ജി പുള്ളിയുടെ ഒരു ജോലിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ പുള്ളി നിയമപ്രകാരം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പുള്ളീനെ അതിലൊരിക്കലും കുറ്റക്കാരനാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15 എന്ന് പറയുന്നത്. സിമ്പിൾ സെക്ഷനാണ്. സിമ്പിൾ സെക്ഷൻ 15. സെക്ഷൻ 15 ഓർക്കുക, ജഡ്ജീനെ ഒഴിവാക്കുന്ന സെക്ഷൻ. സെക്ഷൻ 15 ജഡ്ജീനെ ഒഴിവാക്കുന്ന സെക്ഷൻ. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് ജഡ്ജീനെ നമ്മൾ ഒഴിവാക്കി. ഇനി അപ്പോൾ അടുത്ത ആളുണ്ട്. ഇവിടെ ജഡ്ജീനെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അത് ചെയ്യുന്ന ആരാച്ചാർ ഇപ്പോഴും കുറ്റക്കാരനാണ്. അപ്പോൾ ആരാച്ചാറിനെ ഒഴിവാക്കാനുള്ള സെക്ഷൻ നമ്മൾ അടുത്തതായിട്ടുണ്ട്, സെക്ഷൻ 16. അതൊന്ന് വായിച്ച് നോക്കാം. ഒരു കോടതിയുടെ വിധിയോ ഉത്തരവോ അനുസരിച്ചുള്ളതോ വാറൻ്റുള്ളതോ ആയ ഒന്നും അത്തരം വിധിയോ ഉത്തരവോ പ്രാബല്യത്തിൽ നിൽക്കുമ്പോൾ ആ വിധിക്ക് അനുസൃതമായി ചെയ്യുന്ന ഒന്നും കുറ്റകരമല്ല. അതേപോലെ തന്നെ അത്തരം വിധിയോ ഉത്തരവോ പുറപ്പെടുവിക്കാൻ കോടതിക്ക് അധികാരമില്ലെങ്കിലും നല്ല വിശ്വാസത്തോടെ ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി കോടതിക്ക് അധികാരപരിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതൊരു കുറ്റകൃത്യം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്, കോടതി ഏതെങ്കിലും നിയമപ്രകാരം ഏതെങ്കിലും ഉത്തരവുകളോ വാറൻറ്റുകളോ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരാളെ തൂക്കിക്കൊല്ലാനോ ഒക്കെ വിധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നയാളും എന്താണ്?
കുറ്റക്കാരനല്ല എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. അത്തരം വിധികളോ ഉത്തരവുകളോ പ്രാബല്യത്തിൽ നിൽക്കുമ്പോൾ ആ വിധിക്ക് അനുസൃതമായി ചെയ്യുന്ന ഒന്നും കുറ്റകരമല്ല. ആ വിധിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കുറ്റകരമല്ല. ഇപ്പോൾ ഒരു കോടതി പറയുകയാണ് ഇന്നയാളെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരാളെ തടഞ്ഞു വെക്കുന്ന കുറ്റകരമല്ലേ? പക്ഷേ അത് കോടതി വിധിയായതുകൊണ്ട് അത് ചെയ്താൽ, ഒരു പോലീസുകാരൻ ചെയ്താൽ അയാൾ കുറ്റക്കാരനല്ല. കോടതി ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ അയാളെ കൊന്നു കഴിഞ്ഞാൽ ആ ആരാച്ചാരൊരിക്കലും ആരല്ല, കുറ്റക്കാരനല്ല. അതേപോലെ തന്നെ ഇപ്പം കോടതിക്കൊരു അധികാര പരിധിയുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് കോടതി ഒരു ശിക്ഷ പുറപ്പെടുവിക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇപ്പോൾ ഒരാൾക്ക് ഒരു കുറ്റത്തിന് മരണശിക്ഷ നൽകാൻ പാടില്ലാത്ത ഒരു കുറ്റമാണ്. മരണശിക്ഷ നൽകാൻ പാടില്ല. കോടതി എന്ത് ചെയ്തു? മരണശിക്ഷ വിധിച്ചു. അത് പറ്റുമോ? ഇല്ല, കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണ്. അപ്പം മരണശിക്ഷ വിധിച്ചു. അപ്പോൾ ഈ കോടതി പറഞ്ഞ അനുസരിച്ച് ഈ ആരാച്ചാർ എന്ത് ചെയ്തു? ഉത്തമ വിശ്വാസത്തോടെ കോടതിക്ക് ഇത് വിധിക്കാൻ അനുവാദമുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റോടു കൂടി തന്നെ ഇയാൾ എന്ത് ചെയ്തു? അയാളെ മരണശിക്ഷയ്ക്ക് വിധേയനാക്കി. അപ്പം അങ്ങനെ ചെയ്താലും കോടതിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ പുള്ളി അത് കോടതിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ആ കാര്യം അങ്ങ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്താലും കുറ്റകൃത്യമല്ല. അപ്പോൾ ഇതേപോലെ ഒന്നും സംഭവിക്കുകയല്ല. മരണശിക്ഷ കൊടുക്കേണ്ട അടുത്തടുത്ത് കോടതി ഒരിക്കലും അതിന് കൊടുക്കുകയല്ല. മരണശിക്ഷ കൊടുക്കേണ്ടതിന് പോലും നമ്മുടെ കോടതികൾ കൊടുക്കാറില്ല. അപ്പോൾ മരണശിക്ഷ ഇല്ലാത്ത കുറ്റങ്ങൾക്ക് കൊടുക്കുമോ? ഇല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. കോടതിക്ക് ഒരു അധികാര പരിധിയുണ്ട്. ഒരു കേസ് വിസ്തരിക്കുന്ന ഒരു കോടതിക്ക് അത് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ അത് വിസ്തരിക്കാൻ പറ്റത്തുള്ളൂന്നുണ്ട്. അപ്പോൾ അതിന് പുറത്താണ് കോടതി വിസ്തരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെയാണ് ഈ ഒരു ഓർഡർ വരുന്നതെങ്കിൽ അത് കോടതിയുടെ അധികാരത്തിൽ വരുന്നതല്ല, കോടതി ചെയ്ത ഒരു തെറ്റാണ്. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ഒരാളൊരു പ്രവൃത്തി ചെയ്താലും അത് കുറ്റകൃത്യമല്ല. കോടതി പറഞ്ഞിട്ട് ചെയ്താലും, കോടതിക്ക് പറയാൻ അനുവാദമുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ചെയ്താലും അത് കുറ്റകൃത്യമല്ല എന്ന് പറയുന്നത്. ആരാച്ചാരും പോലീസുകാരും കോടതി അനുസരിച്ച് ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം ഒഴിവാക്കപ്പെടുന്ന ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ 16 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച സെക്ഷൻസൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. 14 എന്താണ്? നിയമപ്രകാരം ബന്ധിതനാണെന്ന് കരുതിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. അടുത്ത എന്താണ് പറഞ്ഞത്? 15 ജഡ്ജി ചെയ്യുന്നത് കുറ്റകരമല്ല. 16 എന്താണ് പറയുന്നത്? ജഡ്ജിയുടെ അല്ലെങ്കിൽ കോടതിയുടെ പുറപ്പെടുവിച്ച ഉത്തരവ് മൂലം ചെയ്യുന്ന പ്രവൃത്തികളൊന്നും കുറ്റകരമല്ല. അത് കോടതിക്ക് അധികാരപരിധി ഇല്ലെങ്കിലും അങ്ങനെയൊന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും അത് കുറ്റകരമല്ല. സെക്ഷൻ 17 നിയമത്താൽ നീതീകരിക്കപ്പെട്ടതോ വസ്തുതകളുടെ പിഴവ് മൂലമോ നിയമത്തിൻ്റെ പിഴവ് മൂലമോ അതു ചെയ്യുന്നതിലൂടെ നിയമത്താൽ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നതോ ആയ ഏതൊരു വ്യക്തിയും ചെയ്യുന്നത് കുറ്റകരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. അപ്പം എ എന്ന് പറയുന്ന ആൾ റോഡിലൂടെ നടന്നു പോവുക. അപ്പം പുള്ളി നോക്കുമ്പം ഇവിടെ ഒരു കാഴ്ച കാണുക. എന്താണ് കാഴ്ച? ബി എന്ന് പറയുന്ന ഒരാൾ സി എന്ന് പറയുന്ന ഒരാളെ വെട്ടിക്കൊല്ലുന്നു. എന്ത് കണ്ടു? ബി എന്ന് പറയുന്നയാൾ സി എന്ന് പറയുന്നയാളെ വെട്ടിക്കൊല്ലുന്നു. ഉടനെ എ എന്ത് ചെയ്തു? എക്ക് നമുക്ക് നിയമപരമായിട്ട് ഒരു കുറ്റകൃത്യം കണ്ടാൽ അയാളെ പിടികൂടാൻ, ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാളെ കണ്ടാൽ അയാളെ പിടികൂടാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ നമ്മൾ പിടികൂടിയാൽ, നമ്മൾ നിയമം കയ്യിലെടുത്ത് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിയമം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ബിയെ പിടികൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ബിയെ ചിലപ്പം മർദ്ദിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൈ തിരിച്ച് കെട്ടേണ്ടി വരും, ഉപദ്രവിക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം എ എന്ത് ചെയ്യുന്നു? ബിയെ പിടികൂടാനായിട്ട് അങ്ങനെയുള്ള ബലപ്രയോഗങ്ങൾ ചെയ്യുന്നു. എയ്ക്ക് അറിയാം എ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഈ ബലപ്രയോഗം നടത്തുന്നത് തെറ്റാണ്. എന്നിരുന്നാലും എയ്ക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട്, ഇങ്ങനെ ഒരു പ്രതിയെ പിടികൂടുന്നത് കൊണ്ട് ഇങ്ങനെയൊരു ബലപ്രയോഗങ്ങളൊക്കെ നടത്തിയാലും എ ശിക്ഷിക്കപ്പെടത്തില്ല. എ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടാനായിട്ട് പെടത്തില്ല. കാരണം ബി എന്ത് ചെയ്തു? സീനെ കൊന്നു. ഇത് കണ്ടിട്ടാണ് എ ഇയാളെ പിടികൂടുന്നത്. അതുമൂലം ഉണ്ടാകുന്ന പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും എയെ ബാധിക്കത്തില്ലെന്ന് എക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് ഈ ബിയെ പിടിച്ച് പോലീസിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. പിന്നീടാണ് എ അറിയുന്നത്, അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന വ്യക്തി ഒരു വാളുമായിട്ട് ബിയെ വെട്ടാൻ വരുന്നു. ബി എന്ത് ചെയ്യുന്നു? ബി രക്ഷപ്പെടാനായിട്ട് ഈ വാള് മേടിച്ചിട്ട് സിയെ വെട്ടിക്കൊല്ലുന്നു. അപ്പം ബി ചെയ്തിരിക്കുന്ന കൊലപാതകമല്ല, സ്വയം രക്ഷയാണ് ചെയ്തിരിക്കുന്നത്.
അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിൻ്റെ പരമായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതപ്പം കൊലപാതകമായിട്ട് കണക്ക് കൂട്ടത്തില്ല. നമ്മളിനി പഠിക്കാൻ പോണതാണ്, ജനറൽ റിസപ്ഷനിൽ തന്നെ വരുന്നതാണ് സ്വയം രക്ഷയും. അപ്പം അങ്ങനെയാണ് ചെയ്തത്. അപ്പം കൊലപാതകം ചെയ്തിട്ടില്ല. പക്ഷേ എ എന്ത് കരുതി? ബി കൊലപാതകം ചെയ്തു. അപ്പം നിയമപരമായിട്ട് പുള്ളി ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്തതുകൊണ്ട് എയും എന്താണ്? കുറ്റക്കാരനല്ല. ഓക്കെ, സംഭവം പിടികിട്ടിയല്ലോ. ബി ഒരാളെ വെട്ടുന്നത് എ കണ്ടു, ബി സിയെ വെട്ടുന്നത് എ കണ്ടു, എ ബിയെ എന്ത് ചെയ്യുന്നു? പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നു, ഇയാൾ കൊലപാതകയാന്ന് പറഞ്ഞ്. പക്ഷെ ശരിക്കും സംഭവിച്ചത് സി ബിയെ വെട്ടാൻ വന്നപ്പോൾ ബി എന്ത് ചെയ്തു? ഈ വാള് മേടിച്ച് സിയെ തന്നെ വെട്ടിക്കൊന്നു. ഈ വെട്ടുന്ന സി വെട്ടാൻ വരുന്നത് എ കണ്ടിട്ടില്ല. ബി ഇത് മേടിച്ച് തിരിച്ച് വെട്ടുന്ന, രക്ഷപ്പെടാൻ വേണ്ടി വെട്ടുന്നത് മാത്രമേ ഈ എ കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ എ ഇയാളെ പിടിച്ചു കൊടുത്തുകൊണ്ട് എ എന്താണ്? എ അതിൽ കുറ്റക്കാരൻ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയ്ക്ക് കൊലപാതകം പോലെ തോന്നുന്ന ഒരു കാര്യം ഇസഡ് ചെയ്യുന്നതായി എ കാണുന്നു. കൊലപാതകളെ പിടികൂടാനുള്ള നിയമം എല്ലാ വ്യക്തികൾക്കും നൽകുന്ന അധികാരം ഉപയോഗിച്ച് എ എന്ത് ചെയ്യുന്നു? ഇസഡിനെ അധികാരികളുടെ മുൻപാകെ കൊണ്ടുവരുന്നതിനായി ഇസഡിനെ പിടിച്ചെടുക്കുന്നു. എ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇസഡ് സ്വയം പ്രതിരോധത്തിനായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് തെളിഞ്ഞേക്കാം. ഇത് തലതിരിച്ചൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ. ജസ്റ്റ് ഈ എക്സാമ്പിൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. ഇത് നമ്മുടെ നിയമം എഴുതുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ കൊനഷ്ടായിട്ടാണ് എഴുതുന്നത്. അത് നേരെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേന് ഇതേപോലെ വരുന്നതേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റ് പിടികിട്ടിയില്ലോ, അത് പഠിച്ചിരുന്നേച്ചാൽ മതി. ഈ ഇതൊന്നും വായിച്ച് നോക്കി കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. ആ എക്സാമ്പിൾ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടുമ്പോഴേ മനസ്സിലാവും. തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്യുന്നു? ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണയിലൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ആ ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ 17 പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നിയമത്താൽ നീതീകരിക്കപ്പെട്ടതോ, അതാണ് നമ്മളിപ്പം പറഞ്ഞ പോയിൻ്റ്. അയാൾക്കറിയാം ഈ ഒരു കുറ്റം ചെയ്താൽ കുറ്റമായിട്ട് വരത്തില്ല, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിയമത്താൽ നീതീകരിക്കപ്പെട്ടതോ വസ്തുതകളുടെ പിഴവ് മൂലമോ നിയമത്തിൻ്റെ പിഴവ് മൂലമോ അത് ചെയ്യുന്നതിലൂടെ നിയമത്താൽ നീതീകരിക്കപ്പെടുമെന്ന വിശ്വസിക്കുന്നതോ ആയ ഏതൊരു വ്യക്തിയും ചെയ്യുന്നത് കുറ്റകൃത്യമല്ല. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 18. സെക്ഷൻ 18 എന്താണ്? ആക്സിഡൻറ്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്. യാദൃശ്ചികമായോ നിർഭാഗ്യവശാലോ ക്രിമിനൽ ഉദ്ദേശമോ അറിവോ കൂടാതെ നിയമാനുസൃതമായ മാർഗത്തിലൂടെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ചെയ്യുന്നതൊന്നും ഒരു കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. അതായത് അബദ്ധത്തിൽ യാദർശികമായോ നിർഭാഗ്യവശാലോ ഒക്കെ ചെയ്ത ഒരു പ്രവൃത്തി, അതിനൊരു ക്രിമിനൽ ഉദ്ദേശവും ഉണ്ടായിരിക്കരുത്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു? കോടാലി വെച്ച് തടി വെട്ടുവാണ്. ഒരു തടി കഷ്ണം ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു കോടാലി ഉപയോഗിച്ച് ഈ തടി വെട്ടുവാണ്. അപ്പം കോടാലി തടി വെട്ടുമ്പം ഇവിടെ ചുമ്മാ ഒരാൾ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് വേറൊരു വ്യക്തി നിൽക്കുന്നു. ഈ കോടാലി വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് തെറിച്ച് പോയി ഇയാളുടെ തലയിലോട്ട് വീണിട്ട് എന്ത് ചെയ്യുന്നു? ഇയാൾ മരിച്ചു പോകുന്നു. ഈ വ്യക്തിക്ക് ഒരു ഉദ്ദേശവും ഇല്ല അയാളെ കൊല്ലണമെന്ന്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അല്ലെ യാദൃശ്ചികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഒരു കോടാലിയുടെ പീസ് പോയിട്ട് ഈ കോടാലി കൈ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പുള്ളിയുടെ തലയിൽ വീഴുന്നു, അയാൾ മരിക്കുന്നു. അപ്പോൾ എന്താണ്? ഈ ആൾ കുറ്റക്കാരനല്ല. എന്താണ്? കൊലപാതക കുറ്റത്തിന് പുള്ളിനെ ശിക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി കൊലപാതകമോ അയാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ചിലപ്പോൾ അശ്രദ്ധമായിട്ട് കാര്യം ചെയ്തതിന് അതിനായിട്ടുള്ള ചെറിയ ശിക്ഷകൾ ലഭിച്ചേക്കാം. ഇപ്പോൾ അശ്രദ്ധമായിട്ടൊരു കാര്യം ചെയ്താൽ നമുക്കതിന് വേണ്ടിയിട്ടൊരു ചെറിയ ശിക്ഷ, ഇപ്പോൾ ഇത്ര രൂപ പിഴയോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഇയാളുടെ ഉത്തരവാദിത്തമായിരുന്നു ശരിക്കും ഈ ഒരു സാധനം ഉറച്ചിട്ടുണ്ടെന്ന് നോക്കേണ്ടത്. അപ്പോൾ അയാളുടെ അശ്രദ്ധയ്ക്കുള്ള ശിക്ഷ ലഭിക്കാം. എന്നിരുന്നാലും ഈ കുറ്റത്തിന്, ഇയാളെ കൊന്ന കുറ്റത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനുള്ള ശിക്ഷയ്ക്ക് ഇയാളെ വിധിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അയാളെ അതിൽ നിന്നും ഒഴിവാക്കും. കാരണം ഇയാൾ മനസാ വാച കർമ്മന എന്താണ്? ഇയാളെ കൊല്ലണമെന്ന് ഓർത്തിട്ടില്ല, ഇതിങ്ങനെ തെറിച്ച് അയാളുടെ തലയിൽ പോയി വീഴുമെന്ന് ഓർത്തിട്ടില്ല, അങ്ങനെയൊന്നും ഓർക്കാതെയാണ് അയാൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങൾ കുറ്റകരമല്ലെന്നാണ് പറയുന്നത്. ഒരു കോടാലി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തലഭാഗം സമീപത്തുള്ള മറ്റൊരാളിൽ അപകടമുണ്ടാക്കുകയും അയാൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എയുടെ ഭാഗത്ത് ജാഗ്രതക്കുറവുണ്ടായാൽ പോലും അയാളെ കുറ്റക്കാരനായി കണക്കാക്കുന്നില്ല എന്നാണ് ഈ ഒരു സെക്ഷൻ 18 പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ 17ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 18 ഒന്നും ഒരു വിചാരവും ഇല്ലാതെ യാദൃശ്ചികമായിട്ട് ചെയ്ത ഒരു പ്രവൃത്തി എന്താണ്, അതുമൂലം ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല, ആ പ്രവൃത്തി ചെയ്ത അയാൾ കുറ്റക്കാരനല്ലെന്നാണ് പറയുന്നത്. 17 എന്താണ് പറയുന്നത്, നിയമപ്രകാരമായിട്ട് ബന്ധിതനാണെന്നുള്ള അറിവോടുകൂടി തന്നെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴത്തേന് നിയമിതനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നിയമപ്രകാരം ഇത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നൊരു ധാരണയിലാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അബദ്ധം പറ്റിയതാണ്, തെറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നാലും അത് തെറ്റല്ലെന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. 18 അബദ്ധവശാൽ ചെയ്ത പ്രവൃത്തിയാണ് പറയുന്നത്. ഇനി അടുത്ത സെക്ഷനാണ് BNS സെക്ഷൻ 19. ഹാനി ഉളവാക്കാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റു ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്നതുമായിട്ടുള്ള കൃത്യം എന്താണ്, കുറ്റകരമായിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപകടം അല്ലെങ്കിൽ വലിയൊരു കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റമല്ലെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യത്തെ കാര്യം എന്താണ്, ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴത്തേന് അത് യാതൊരുവിധ ക്രിമിനൽ മൈൻഡോടുകൂടി ആയിരിക്കരുത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വലിയ ഹാനി തടയുക എന്നുള്ള നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മുതലെടുത്തുകൊണ്ട് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റുക എന്നൊരു ലക്ഷ്യമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു സെക്ഷനിലെ അണ്ടറിൽ വരികയില്ല. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതിപ്പം ചെയ്യുന്നത് ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും വേറൊരു വലിയൊരു അപകടം തടയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കടകൾ ഇങ്ങനെ അടുങ്ങിയിരിക്കുന്ന ഒരു ടൗൺ, ഇപ്പം കോഴിക്കോട് മിഠായി തെരുവൊക്കെ പോലെ ഇങ്ങനെ തെരുതര അടുപ്പിച്ചടുപ്പിച്ച് എന്താണ്, കടകളാണ്. ഇങ്ങനെ കുറേ കടകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരാളുടെ അനുവാദം ഇല്ലെങ്കിൽ അല്ലാതെ വേറെ മറ്റൊരാൾ ചെന്നിട്ട് ഒരാളുടെ കട JCB വെച്ച് ഇടിച്ച് തകർക്കുകയാണ്. അങ്ങനെ ഇടിച്ച് തകർത്താൽ എന്താണ്, അത് കുറ്റകരമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു കടയ്ക്ക് തീ പിടിക്കുന്നു. ഈ കട കത്തുന്നു, നേരെ അപ്പുറേ കട കത്തുന്നു, അവിടുന്ന് അടുത്ത കട കത്തുന്നു. അങ്ങനെ കത്തി പോണ സാഹചര്യത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, JCB എടുത്തുകൊണ്ട് വന്ന് ഇയാളുടെ കട എന്താണ്, ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങോട്ട് തീ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കട പൊളിച്ചു തരുന്നു. നിയമപ്രകാരമായിട്ട് ഒരാളുടെ അറിവില്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ വസ്തു നശിപ്പിക്കുന്നത് എന്താണ്, കുറ്റകരമാണ്. പക്ഷേ ഈ ഒരു നല്ല പ്രവൃത്തി ഇനി ബാക്കിയുള്ള കടകളൂടെ കത്താതിരിക്കാനായിട്ടാണ് ഈ കത്താത്ത ഒരു കട പൊളിച്ചു കളഞ്ഞത്. പക്ഷേ അതെന്താണ്, കുറ്റകരമല്ല. വലിയൊരു ഹാനി തടയുന്നതിന് വേണ്ടി, വലിയൊരു അപകടം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. പിന്നെ നമുക്ക് വേറൊരു കൺസെപ്റ്റ് എടുക്കാം. ഒരു വലിയ കപ്പൽ, ഈ കപ്പലിൽ എത്ര പേരുണ്ട്, 1000 പേരുണ്ട്. 1000 പേരുള്ളൊരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ക്യാപ്റ്റൻ കാണുന്നത്, ഫ്രണ്ടിൽ എന്താണ്, ഒരു വലിയ മഞ്ഞ് മല, ടൈറ്റാനിക് ഇടിച്ചു പോലത്തെ ഒരു വലിയ മല. അപ്പോൾ ഈ മലയിൽ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ മലയുണ്ട്, ഈ സൈഡിലും എന്തുണ്ട്, ഒരു മലയുണ്ട്. ഓക്കെ, ഇവിടെ 2 സൈഡിലും മല. പെട്ടെന്ന് അടുത്ത് ചെന്നപ്പോഴാണ് കാണുന്നത്. കപ്പൽ നമുക്ക് പെട്ടെന്ന് നിർത്താനായിട്ട് പറ്റത്തില്ല. ഈ കപ്പൽ നിർത്താനായിട്ട് പറ്റത്തില്ല. ഇത് നേരെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അല്ലെ വലത്തോട്ട് ചെന്ന് തിരിച്ചാലും ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ കപ്പൽ മുങ്ങി ഈ 1000 പേരും മരിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം പുള്ളിക്കൊരു ഓപ്ഷനുണ്ട്, വലത് സൈഡിലോട്ട്, ഈ ഒരു വലത് സൈഡിൽ ഗ്യാപ്പുണ്ട്, അങ്ങോട്ട് വളച്ചാൽ അപകടം ഒഴിവാകും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ഒരു ചെറിയ ബോട്ടുണ്ട്, അതിനകത്തൊരു 3 മത്സ്യത്തൊഴിലാളികളുണ്ട്. 3 മത്സ്യത്തൊഴിലാളികളൊക്കെ അല്ലെങ്കിൽ 3-4 മത്സ്യത്തൊഴിലാളികൾ ഒക്കെ ഉള്ള ഒരു ബോട്ട് ഈ സൈഡിലുണ്ട്. ഇതിങ്ങോട്ട് ഇടിപ്പിച്ച ഈ വലിയ കപ്പൽ മഞ്ഞുമഴയിൽ ഇടിച്ചുള്ള അപകടം ഒഴിവാകും. പക്ഷേ എന്ത് പറ്റും, ഈ 4 പേരോ 3 പേരോ മരണപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വലിയ ഹാനി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് ചെയ്യും, വലത്തോട്ട് തിരിക്കുന്നു, ചെറിയ ബോട്ടിനിട്ട് ഇടിക്കുന്നു, ചെറിയ ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ മരിക്കുന്നു. എന്നിരുന്നാലും ആ ക്യാപ്റ്റൻ ചെയ്ത പ്രവൃത്തി എന്താണ്, കുറ്റകരം ആയിരിക്കത്തില്ല. കാരണം പുള്ളിയുടെ ഉദ്ദേശം ഈ 1000 പേരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് പറ്റി, 4 പേര് മരണപ്പെട്ടു. അപ്പോൾ അത് കുറ്റകരമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് പറയുന്നത് സെക്ഷൻ 20, BNS സെക്ഷൻ 20 എന്താണ് പറയുന്നത്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യം ഒന്നും കൃത്യമല്ല. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താണ്, അതിനുള്ള ബോധം അല്ലെങ്കിൽ തിരിച്ചറിവില്ല. അതുകൊണ്ട് 7 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടി എന്ത് കുറ്റം ചെയ്താലും അതെന്താണ്, കുറ്റകരമല്ല. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റമൊന്നും കുറ്റകരമല്ല. ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്, എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങളാണ് കുറ്റകരമായി കരുതാത്തത് എന്ന് ചോദിച്ചാൽ 7 വയസ്സിൻ്റെ ഇടയ്ക്കുള്ളതാണ്. സെക്ഷൻ 20 അത് പറയുന്നത്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്താലോ, ഒരാളെ കൊന്നാലോ എന്തെങ്കിലും കട്ടെടുത്താലോ ഒന്നും എന്താണ്, അതൊരു കുറ്റകൃത്യമായിട്ട് പരിഗണിക്കത്തില്ല. ഇനി അടുത്ത് 21 പറയുന്നത് എന്താണ്,
7നും 12നും ഇടയിലുള്ള, അതായത് 7 വയസ്സിൽ കൂടുതലും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അത് ചിലപ്പം കുറ്റകരമായിട്ട് വരും, ചിലപ്പം കുറ്റകരമായിട്ട് വരത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപക്വതയുടെ അല്ലെങ്കിൽ പക്വതയില്ലാതെയാണ് ആ കുട്ടി അത് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരമായിരിക്കത്തില്ല. പക്വതയോടെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കുറ്റകരമായിരിക്കും. അത് നമ്മൾ കേസ് അന്വേഷിക്കുമ്പം അത് കണ്ടുപിടിക്കണം, പക്വതയോടെയാണോ പക്വതയില്ലാതെയാണോ ചെയ്തതെന്ന്. അപ്പം ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ 7നും 12നും ഇടയ്ക്കുള്ള ഒരു 9 വയസ്സുള്ള കുട്ടി, 2 കുട്ടികളെടുക്കുക, 9 വയസ്സിൻ്റെ ഉള്ള 2 കുട്ടികൾ. ഇവർ രണ്ടും 2 കൊലപാതകങ്ങൾ ചെയ്യുന്നു. ഈ 9 വയസ്സുള്ള കുട്ടി കൊലപാതകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരനുമായിട്ട് അങ്ങോട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ആ കുട്ടി എന്ത് ചെയ്യുന്നു, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിക്കുകയോ എന്തോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ കത്തിയോ എന്തോ എടുത്ത് അറിയാതെ ഈ കൊച്ചെന്ത് ചെയ്യുന്നു, അറിഞ്ഞുകൊണ്ടായിക്കോട്ടെ, ഇപ്പം കൊല്ലണമെന്നൊന്നും ഉദ്ദേശമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ സിനിമയിലൊക്കെ കണ്ട അറിവിൽ ഇപ്പം കുത്തിക്കൊല്ലുന്നതൊക്കെ കാണത്തില്ലേ, അതേപോലെ എന്ത് ചെയ്യുന്നു, വേറൊരു കുട്ടിയെ കുത്തിക്കൊല്ലുന്നു ഈ 9 വയസ്സുകാരൻ. എന്നിട്ട് കുത്തിക്കൊന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ സംഭവങ്ങളെല്ലാവരും അറിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ കുത്തിക്കൊന്നു, അങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. അതൊരു കൊലപാതകം. ഇവിടെ വേറൊരു കൊലപാതകം, ഇവിടെയുള്ള കുട്ടിക്ക് കൂട്ടുകാരൻ കൊച്ചിനോട് വൈരാഗ്യമുണ്ട്. അപ്പോൾ അവൻ ആദ്യം ഇവനെ എങ്ങനെയും തീർക്കണം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ഇവൻ നെറ്റിലൊക്കെ അടിച്ച് നോക്കുന്നു എങ്ങനെ കൊല്ലാം. അപ്പോൾ അവൻ അതിൻ്റെ ഒരു പോയിസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കുന്നു. ആ മാർഗത്തിലുള്ള സാധനം മേടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ തെളിവുകൾ എങ്ങനെ നശിപ്പിക്കാമെന്നും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അവൻ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഒരു കുട്ടിയെ കൊല്ലുന്നു. അതായത് അപ്പോൾ അവന് പൂർണ്ണമായ അറിവോടെ പക്വതയോടെ ചെയ്യുന്ന ഒരു കൊലപാതകമാണ്. അപ്പോൾ ഇതെന്താണ്, അത് കൊലപാതകമായിട്ട് കണക്കാക്കും. അപ്പോൾ ഈ 9 വയസ്സുകാരൻ, ആദ്യത്തെ 9 വയസ്സുകാരൻ ചെയ്യുന്നത് അവർ തമ്മിലുണ്ടായ തർക്കത്തിൽ അവിടെ താഴെ കിടന്നൊരു കത്തിയെടുത്ത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതങ്ങ് ചെയ്തു. അവന് പക്വതയില്ല, ഇത് വരുന്നത് എന്താണ്, ഇവൻ ചാകുമെന്നോ ഇത് കേസാകുമെന്നോ ഒന്നും ധാരണയില്ല, അങ്ങനെ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. മറ്റവൻ എന്താണ് ചെയ്യുന്നത്, ഇത് കേസാകുമെന്നും ഇവൻ ചാകുമെന്നും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഈ കേസ് അന്വേഷിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോലീസുകാരായിട്ടുള്ള നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. പക്വതയുണ്ടെങ്കിൽ അത് കുറ്റകരമായി വരും, പക്വതയില്ലാതെ അറിവില്ലാതെയാണ് അത് ചെയ്തെങ്കിൽ അപക്വതയായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഈ സെക്ഷൻ 21 അണ്ടറിൽ വന്ന് കുറ്റമല്ലാതെ ആകും. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 22 ചിത്തഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം, മാനസിക അസ്വസ്ഥതയൊക്കെയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരം അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ അത് എപ്പോഴും അങ്ങനെയല്ല. ഈ ഒരു പ്രവൃത്തി, ഇപ്പോൾ ഒരാൾ ഒരു വട്ടമുള്ള പുള്ളി വേറൊരു പുള്ളീനെ കൊല്ലുന്നു. അപ്പോൾ ഈ മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് എല്ലാ സന്ദർഭത്തിലും അയാൾക്ക് ആ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകണമെന്നില്ല. ചില സമയത്ത് പുള്ളി മാനസികമായിട്ട് ഒരു കുഴപ്പമില്ലാതെ സാധാരണ ആൾക്കാരെ പോലെ ആയിരിക്കും ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പെട്ടെന്നൊരു സന്ദർഭത്തിൽ പെട്ടെന്നായിരിക്കും ഇങ്ങനെയുള്ളൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും അതിൽ നിന്നും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. അങ്ങനെ 2 സ്റ്റേജുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കുഴപ്പമൊന്നും ഇല്ലാത്ത സമയത്ത് അയാൾ വിചാരിക്കുന്നു എൻ്റെ വട്ടിൻ്റെ ആനുകൂല്യത്തിൽ ഞാനിവനെ കൊന്നേക്കാമെന്ന് വിചാരിച്ചാൽ അത് കുറ്റകരമാണ്. അപ്പോൾ അതാണ് എടുത്തു പറയുന്നത്, ആ സംഭവ സമയത്ത് അയാൾക്ക് എന്തുണ്ടായിരിക്കണം, മാനസിക വൈകല്യം അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഈ സെക്ഷൻ 22 അണ്ടറിൽ വന്ന് അയാൾ ആ ചെയ്ത പ്രവൃത്തി കുറ്റകരമല്ലാതെ കാണും. മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേന് അയാൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരം ആയിരിക്കത്തില്ല. അല്ലാതെ ചെയ്താൽ ഇപ്പം വട്ടമുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതൊരിക്കലും ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. ആ പ്രവൃത്തി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അയാളുടെ നിയന്ത്രണം ഇല്ലാതായിട്ട് ഈ ഒരു മാനസിക ബുദ്ധിമുട്ടിൻ്റെ രീതിയിലാണ് ഈ പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രം അത് ന്യായീകരിക്കപ്പെടും. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് സെക്ഷൻ 23 മദ്യപിച്ച് ചെയ്യുന്ന കുറ്റം അല്ലെങ്കിൽ ലഹരിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മദ്യപിച്ചോ സ്വന്തമായിട്ട് ലഹരി ഉപയോഗിച്ചോ മൂലം ഹാലൂസിനേഷൻ അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് കൺട്രോളില്ലാതെ വന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്നെങ്കിൽ ഒരാൾ അറിയാതെ അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കടത്തുക. ഇപ്പം ജസ്റ്റ് ഈ ഒരു അടുത്ത കാലത്ത് ഒരു മാസം മുന്നേ അല്ല ഒരു സംഭവം, ഒരു കുട്ടിയുടെ ചോക്ലേറ്റിനകത്ത്, ചെറിയ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ചോക്ലേറ്റ് ഡയറി മിൽക്കിനകത്ത് ചെറിയ തോതിൽ ഈ
ലഹരി മരുന്നുകൾ ഉൾപ്പെടുത്തി കൊടുത്തിട്ട് അത് ലഹരിക്ക് ആ കൊച്ചെന്തായാലും ലഹരിക്ക് അടിമയായി മാറി. ചെറിയ രീതി കൊടുത്ത് ലഹരിക്ക് അടിമയായി മാറി. അങ്ങനെ ഇപ്പം ജസ്റ്റ് അത്രയേ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ലഹരിക്ക് അടിമയായ കുട്ടീനെ കൊണ്ട് ഈ ലഹരിയുടെ ഈ ഒരു സമയത്ത് ലഹരി കൊടുത്ത് അങ്ങനെ ഹാലുസിനേഷൻ ഉള്ള ഒരു സമയത്ത് വേറൊരാൾ എന്ത് ചെയ്യുന്നു, ഈ കൊടുക്കുന്നയാൾ ഇയാളെ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ചെയ്യുവാണ്, പക്ഷേ അതിന് ബോധമൊന്നുമില്ല, അത് സ്വന്തമായിട്ട് ഈ സാധനം കഴിച്ചിട്ടുമില്ല. ഇത് ഇഞ്ചെക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദാർത്ഥത്തിലൂടെ ഉള്ളിൽ ചെന്ന് ആ ഹാലുസിനേഷനിലാണ് ഈ കുട്ടി ഒരാളെ കൊല്ലുന്നത്. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ഒരിക്കലും കുറ്റവാളി ആയിരിക്കത്തില്ല, പക്ഷേ ഈ കുട്ടീനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ആരാണോ അയാൾ കുറ്റവാളിയായിരിക്കും. ഇപ്പം കുട്ടിയെന്നില്ല, ആരെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിന്, ഇപ്പം നിങ്ങളാരെങ്കിലും നിങ്ങളെ കൊണ്ടൊരാൾ മദ്യപിച്ച് നിർബന്ധിച്ച് കൈയും കാലുമൊക്കെ കെട്ടി അല്ലെങ്കിൽ പേടിപ്പിച്ച് നിന്നെ കൊല്ലും, ഇത് കുടിച്ചില്ല നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത് കുടിപ്പിച്ച ശേഷം ബോധം ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, പറഞ്ഞ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യിച്ചാൽ അങ്ങനെ ചെയ്യുന്നയാളെന്താണ്, ഒരു കുറ്റം ചെയ്താലും കുറ്റക്കാരനല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 23. സ്വമേധയാ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് മദ്യമോ ലഹരിയോ നൽകിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കുറ്റകരമായിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സെക്ഷൻ 24. സെക്ഷൻ 20 ഇപ്പം നമ്മൾ പഠിച്ച സെക്ഷൻ 23 ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് 24 എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് കേട്ടെ, ഒരു കുറ്റകൃത്യത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമോ അറിവോ ആവശ്യമുള്ള സാഹചര്യത്തിൽ ഈ സെക്ഷൻ അഭിസംബോധന ചെയ്യുന്നു. ലഹരിയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്താൽ അവർക്ക് ആവശ്യമായ ഉദ്ദേശമോ അറിവോ ഉള്ളതുപോലെയാണ് ആ കുറ്റകൃത്യത്തെ പരിഗണിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, അയാൾ സ്വയമായിട്ടൊരു ലഹരി കഴിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, സ്വയം ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വയം മദ്യപിച്ചിട്ടാണ് ആ കുറ്റം ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യും, കുറ്റകരമായിട്ട് തന്നെ പരിഗണിക്കും. അത്തരത്തിലുള്ള പ്രവൃത്തി കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത്. ലഹരി സ്വയം പ്രേരിപ്പിച്ചതല്ല, മറിച്ച് അവരവരുടെ അറിവില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നൽകുന്നതാകുമ്പോൾ ആ പ്രസ്തുത വ്യക്തി എന്ത് ചെയ്യും, കുറ്റം ചെയ്തിട്ടില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെയിം കാര്യം തന്നെയാണ് 24 പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് സ്വയം ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് സ്വയം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അത് കുറ്റകരമാണ്. അല്ലാതെ വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അത് ചെയ്തതെങ്കിൽ അത് കുറ്റകരമായിരിക്കത്തില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത സെക്ഷൻ 25. മരണത്തിന് കാരണമായേക്കാവുന്നതോ ഗുരുതരമായി മുറിവേൽക്കുന്നതോ ആയ ഏതൊരു പ്രവൃത്തിയും 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിയും പ്രകടമായ സൂചിപ്പിച്ചാലോ സമ്മതം നൽകിയാലോ അത് ചെയ്യുന്നയാളുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ആ പ്രവൃത്തി കുറ്റകരമല്ല. അപ്പം ഇതിൽ പറയുന്നത് 18 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ, 18 വയസ്സോ അതിൽ കൂടുതലുള്ള പ്രായപൂർത്തി ഉള്ള ഒരാൾ അയാളുടെ സമ്മതത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, 2 പേര് കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി. അപ്പോൾ ആ പ്രവൃത്തി മൂലം ഇതിലെ ഒരാൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യം ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസ്ലിംഗ് മാച്ച് അല്ലെങ്കിൽ ഒരു ബോക്സിങ് മാച്ച് നടക്കുകയാണ്, ബോക്സിങ്. അപ്പോൾ ഈ ഒരു മാച്ചിന് മുന്നേ അവർ നമ്മുടെ ഈ പറഞ്ഞ സത്യപ്രസ്താവന കൊടുക്കും, ഇതുകൊണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടായാലും യാതൊരു വിധത്തിലും ആരും കുറ്റക്കാരല്ലെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കും. എന്നിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഈ ഫൈറ്റ് ചെയ്യുമ്പം ഓപ്പോസിറ്റുള്ള ആളുടെ ഒരു കിക്ക് കിട്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, ഒരാൾ മരിക്കുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഈ മറ്റേ ആൾ ഇയാളെ കൊന്നതായിട്ട് പരിഗണിക്കത്തില്ല. കാരണം എന്ത് ചെയ്യുന്നു, മറ്റേ ആൾക്ക് സമ്മതമായിരുന്നു, ഇങ്ങനെ ഇത് കളിക്കുമ്പോൾ ഇതൊരു അപകടം ഉണ്ടാകുമെന്നറിയാം, മരണം ചിലപ്പോൾ സംഭവിക്കാമെന്നറിയാം, അങ്ങനെ സമ്മതം നൽകിയിട്ടാണ് കളിച്ചത്. പക്ഷേ ഇവിടെ ഈ ഒരു റൂളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ക്രിമിനൽ ഉദ്ദേശം ഉണ്ടാകരുത്. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, 18 വയസ്സായ ഒരാൾ പറയുവാണ്, എന്നെ നീ കൊന്നു എന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾ കൊന്നു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ്. കാരണം അവിടെ കൊല്ലണമെന്നുള്ള മറ്റേ രണ്ടാമത്തെ ആൾ കൊല്ലുന്ന ഒരാളെ കൊല്ലാനായിട്ട് ശ്രമിക്കുമോ? മറ്റേത് ആദ്യത്തെ എക്സാമ്പിളിൽ എന്താണ്, കൊല്ലാനൊന്നും ശ്രമിക്കുമല്ലോ, അവരൊരു കളിയാണ്, കളിയുടെ ഇടയ്ക്ക് അത് പറ്റിപ്പോകുന്നതാണ്. ഓക്കെ, അത് അങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമെങ്കിലും, സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാമെങ്കിലും ഒരിക്കലും കൊല്ലണമെന്ന് ഓർത്തിട്ടല്ല അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. അതൊരു മാച്ചിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്.
അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് അയാളുടെ സമ്മതത്തോടെ ആണെങ്കിലും അത് കുറ്റകരമായിരിക്കും. സമ്മതം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ അയാൾക്ക് അപകടം പറ്റിക്കാനോ അറിഞ്ഞുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് കുറ്റകരമായിരിക്കും. അല്ലെങ്കിൽ എന്താണ് അത് കുറ്റകരമായിരിക്കത്തില്ല. ഓക്കെ, അതാണ് ഈ ഒരു 25 പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സെക്ഷനും കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. അപ്പം ജനറൽ അസെപ്ഷൻസ് അവസാനിച്ചിട്ടില്ല, ഇനിയും കുറച്ച് സെക്ഷൻസ് കൂടെ പഠിക്കാനായിട്ടുണ്ട്. അതപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.